കോഴിക്കോട് വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണമായി കോൺഗ്രസ് രംഗത്തെത്തി. കോർപ്പറേഷന്റെ പരിധിയിൽ 25,000 വ്യാജ വോട്ടുകൾ ഉണ്ടെന്ന് DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ. കോർപ്പറേഷനിൽ 1300 പേർക്ക് ഇരട്ട വോട്ടുകളുണ്ട്. ബാലുശ്ശേരി അസംബ്ലി മണ്ഡലത്തിൽ 1800-ഉം തിരുവള്ളൂർ പഞ്ചായത്തിൽ 272 ഇരട്ട വോട്ടുമുണ്ടെന്നും പ്രവീൺ കുമാർ പറയുന്നു. ഏതാണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ 25,000-ലേറെ, അതായത് നേർവഴിയല്ലാത്ത വോട്ടുകൾ, ഫേക്ക് വോട്ടുകൾ ഉണ്ട് എന്നാണ് ഞങ്ങളുടെ പ്രാഥമിക പഠനം വ്യക്തമാക്കുന്നത്. 1,00,000-ലേറെ വോട്ടുകൾ ഈ ജില്ലയിലും ഉണ്ടാകുന്നതാണ് ഞങ്ങളുടെ പ്രാഥമിക പഠനം ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. മനീഷ അടിയിൽ മനീഷനാക്കി ഒരേ വോട്ടർ ID CNG 202263 CNG 202263 അവർക്ക് പുത്തൂരിലെ 4ാം വാർഡിലും കൊമ്മേരിയിലെ 30ാം വാർഡിലും കൂടുണ്ട്. ഇങ്ങനെ പിടിച്ചെടുത്ത 1600 ഹാർഡ് കോപ്പിയാണ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പം ഇവിടെയുള്ള 1600 ഹാർഡ് കോപ്പി കയ്യിലുണ്ട്. അതേസമയം UDF BJP ആക്ഷേപം ശുദ്ധ അസംബന്ധം എന്നാണ് ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ് പറയുന്നത്. ചില സ്പെസിഫിക്കായി വീട്ടു നമ്പർ കാണിച്ച് അവിടെ വ്യത്യസ്ത മതസ്ഥർക്ക് വോട്ടുണ്ട്, വ്യത്യസ്ത ജാതിക്കാർക്ക് വോട്ടുണ്ട്, ഒരു വീട്ടു നമ്പറിൽ വ്യാപകമായി വോട്ട് ചേർത്തു എന്ന് പ്രചരിപ്പിക്കുന്നു. 00 കെട്ടിട നമ്പറിൽ വോട്ടുണ്ട്, അവിടെയൊക്കെ വ്യാപകമായി വോട്ട് ചേർത്തു എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ഈ വോട്ട് ചേർക്കുന്ന പ്രക്രിയ നടക്കുമ്പോൾ എന്തോ തിരികെ കയറ്റി എന്ന മട്ടിലാണ് വാർത്തകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. വസ്തുതയുമായി പുലബന്ധം പോലും അതിനില്ല. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ഷഹദ്, ഈ ഒരു പേരിൽ തന്നെ അവസാനം ഒരക്ഷരം കൂട്ടിച്ചേർത്ത് 2 പേരുകളാക്കി മാറ്റുന്നു. ഈ രീതിയിൽ വ്യാജ വോട്ടുകൾ ഉണ്ടെന്ന്, വ്യാപകമായുണ്ടെന്ന് ആരോപണം. പക്ഷെ അത് തള്ളുകയാണ് പാർട്ടി. സ്മിത, ഈ വിഷയത്തിൽ സംസ്ഥാനത്ത് തന്നെ ഒരുപക്ഷെ ആദ്യം ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചത് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ കഴിഞ്ഞ പട്ടികയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ച് പ്രവീൺ കുമാർ ഇതിനു മുൻപ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ആഴത്തിലുള്ള പഠനം നടത്തിയ ഘട്ടത്തിലാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് സഹിതം ഇപ്പോൾ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനു പുറമെ മുസ്ലിം ലീഗും സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗായിരുന്നു കോഴിക്കോട് മാറാട് ഡിവിഷനിലുള്ള 49/49 300-ലധികം വോട്ടുകൾ ഒരു വോട്ടർ ID-യിൽ ഉണ്ട് എന്നുള്ളത് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ മാത്രം ഇന്ന് ഇപ്പോൾ പുറത്തുവിട്ട, അതായത് DCC പുറത്തുവിട്ട കണക്കനുസരിച്ച് 25,000 വ്യാജ വോട്ടുകളുണ്ട് എന്നുള്ള ആരോപണമാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉന്നയിക്കുന്നത്. 1,00,000 വോട്ടുകൾ ഇത്തരത്തിൽ ജില്ലയുടെ മൊത്തം കണക്ക് പരിശോധിച്ചാൽ ഉണ്ടാകുമെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. കൂടാതെ 13,000 ഇരട്ട വോട്ടുകളാണ് കോർപ്പറേഷൻ പരിധിയിൽ മാത്രം ഉള്ളതായിട്ട് ഇവരുടെ പരിശോധനയിൽ കണ്ടെത്തിയത് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണവും ഇവർ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ബാലുശ്ശേരി അസംബ്ലി മണ്ഡലത്തിൽ 1800 ഇരട്ട വോട്ട്, തിരുവള്ളൂർ പഞ്ചായത്തിൽ 272 ഇരട്ട വോട്ടും കണ്ടെത്തി എന്നും ഇപ്പോൾ കോഴിക്കോട് DCC ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇതിന് തൊട്ടുപുറകെ തന്നെ ഇന്ന് ഇടതുപക്ഷത്തിന്, അതായത് CPM-ന്റെ വാർത്താ സമ്മേളനം നടന്നു. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി BJP-യും കോൺഗ്രസും ഒപ്പം തന്നെ ലീഗും ഇടതുപക്ഷത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും ഒപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമാണ് ഉന്നയിക്കുന്നത്. അതിന് മറുപടി പറയുക എന്നതായിരുന്നു ഇടതുപക്ഷം ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ അവർ പ്രധാനമായിട്ടും ഉന്നയിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് BJP-യും UDF-ഉം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത്രയും ശുദ്ധ അസംബന്ധമാണ് എന്ന കാര്യമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദാണ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നത്. UDF-ഉം BJP-യും പറയുന്നത് ശുദ്ധ അസംബന്ധം. ഒരു കെട്ടിട നമ്പറിൽ ധാരാളം വോട്ടുകൾ കണ്ടെത്തിയ സംഭവം അത് സാങ്കേതിക പ്രശ്നം മാത്രമാണ് എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 0 നമ്പറിൽ വോട്ട് ചേർത്തത് വ്യാജ വോട്ടല്ല. വ്യാജ വോട്ട് എന്ന് പറയുന്നത് തെറ്റാണ്. വീടില്ലാത്തവരുടെ വോട്ടുകൾ അത് 00 എന്ന നമ്പറിലാണ് ചേർക്കപ്പെടുന്നത്. അത്തരം ഒരുപാട് പേർ മാറാടും പരിസര പ്രദേശങ്ങളിലുമുണ്ട് എന്ന കാര്യമാണ് ഇവർ പറയുന്നത്. കൂടാതെ UDF അതുപോലെ തന്നെ BJP സ്വാധീനമുള്ള വാർഡുകളിൽ വർഷങ്ങൾക്ക് മുൻപേ താമസം മാറിയവരെ വോട്ടർ പട്ടികയിൽ നിലനിർത്താനുള്ള ശ്രമമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നത്. അതിനുവേണ്ടി ഒരു പുകമറ സൃഷ്ടിക്കുക മാത്രമാണ് ഇപ്പോൾ 2 മുന്നണി, അതായത് BJP-യും ഒപ്പം തന്നെ കോൺഗ്രസും നടത്തുന്നത് എന്ന ആരോപണമാണ് പ്രധാനമായിട്ടും CPM ഉന്നയിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ പുകയുകയാണ്. കോൺഗ്രസ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഇതിൽ പരാതി നൽകിയിട്ടുണ്ട്.
ശരി, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. വ്യാപകമായ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ നടക്കുന്നുവെന്ന് ആരോപിക്കുകയാണ് BJPയും UDFും. എന്നാൽ CPIM അതിനെ തള്ളുകയാണ്. ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.